ഹലോ മക്കൾസ്, വെൽക്കം ടു എജുപോർട്ട്. എല്ലാ മക്കൾക്കും എജുപോർട്ട് SSLC ചാനലിലേക്ക് സ്വാഗതം. ക്രിസ്മസ് എക്സാം ആയി അല്ലേ? ക്രിസ്മസ് എക്സാമിന് ഇപ്പോൾ കുറേ കുട്ടികളുടെ മെസ്സേജ് എന്താണെന്നറിയോ? ഓരോ ചാപ്റ്ററുകൾ ഇങ്ങനെ തരും, എന്നിട്ട് പറയും സാർ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചോദിക്കില്ല, സാർ ഈ ടോപ്പിക്ക് മനസ്സിലായില്ല എന്നോ ഒന്നും ചോദിക്കില്ല. യെസ്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. SSLCയിലെ ഹിസ്റ്ററിയിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി, അതായത് പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ എന്നുള്ള ചാപ്റ്ററിലാണ്. കുട്ടികൾക്ക് വളരെ ഈസിയുള്ള ചാപ്റ്ററാണ്, ബട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാമെന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാ എന്നുള്ളതും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളും നമ്മൾ പഠിക്കാൻ പോകണം. നിങ്ങൾക്ക് റെഡിയാണോ? ഇനി മക്കൾ ചെയ്യേണ്ടത്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇതിനൊന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഓക്കെ ആണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഇനി എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത്, ഏത് ചാപ്റ്ററാണ് വേണ്ടത്, അതായത് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതാവട്ടെ, കെമിസ്ട്രി ആവട്ടെ, എന്താവട്ടെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പൊതുജനാഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ പൊതുജനാഭിപ്രായം, അല്ലെങ്കിൽ എന്താണ് പബ്ലിക് ഒപ്പീനിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പബ്ലിക് ഒപ്പീനിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ക്ലാസ്സിലേക്ക് ടീച്ചർ വന്ന് ചോദിക്കുകയാണ്, എല്ലാവരോടും ചോദിക്കാട്ടോ, ഒരു ടീച്ചർ വന്നിട്ട് ചോദിക്കാം, പിന്നെ നമ്മൾ ഇപ്രാവശ്യം എവിടേക്ക് ടൂർ പോകണം? അപ്പോൾ ചിലർ ഒരു ഊട്ടിയിലേക്ക് പോകണം, ചിലർ ഒരു മൈസൂറിലേക്ക് പോകണം, ചിലർ പറയും കൊടൈക്കനാലിലേക്ക് പോകണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ വരും. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ അഭിപ്രായം കിട്ടി? ഊട്ടി, അത് സാറ് ഊട്ടിയിൽ എൻ്റെ പാരൻസ് പോയിരുന്നു, അവർ പറഞ്ഞതാണ്. അല്ലെങ്കിൽ അത് സാറേ നമ്മൾ ടി വിയിൽ നിന്ന് കണ്ടാണ്, അല്ലെങ്കിൽ അത് സാറേ നമ്മൾ എന്താണ് സോഷ്യൽ മീഡിയ വഴി കണ്ടാണ്, അല്ലെങ്കിലോ അത് സാർ ഇന്ന ആൾ പറഞ്ഞിട്ടറിഞ്ഞാണ്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടറിഞ്ഞാണ്. നോക്കണേ, ഇങ്ങനെ പൊതുജനാഭിപ്രായം രൂപപ്പെടുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ടത് പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായം എന്നാൽ എന്തെന്നുള്ള രൂപത്തിൽ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ആദ്യം തന്നെ മക്കൾ പഠിക്കേണ്ടതാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു മക്കളെ പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ? ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അതായത് നമുക്കറിയാം, അഭിപ്രായം എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ എന്നായിരിക്കും? ഒരുപാടുണ്ടായിരിക്കും അല്ലേ? ഒരുപാടുണ്ടായിരിക്കും, അത് ഡൈവേഴ്സ് ആയിരിക്കും, ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പൊളിറ്റിക്കൽ മാത്രമുള്ള അഭിപ്രായങ്ങളുണ്ടാവും, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള മാത്രമാണോ? അല്ല, സോഷ്യൽ ഉണ്ടാവും, പല കാര്യങ്ങളും അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഏത് സമയം അഭിപ്രായങ്ങൾ മാറിക്കൂടെ? അതായത് നമ്മൾ പറയുന്ന നമ്മുടെ നോളജുകൾ മാറുമ്പോൾ, അറിവ് മാറുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്ഥലം, പ്ലേസ് മാറുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഓട്ടോമാറ്റിക്കലി. ഇപ്പോൾ ചെറുപ്പത്തിൽ എൻ്റെ അഭിപ്രായം പോലെയാണ് ഇപ്പോൾ അഭിപ്രായം. പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ ഇപ്പോൾ തിരുത്തുന്നുണ്ടോ, അന്ന് ഞാൻ ഇങ്ങനെയൊക്കെയാണ് വിശ്വസിച്ച് വന്നത് അല്ലേ? പണ്ട് പ്രേതം എന്ന് പറഞ്ഞാൽ വെള്ള സാരി കൊടുത്തിട്ട് ഇങ്ങനെ വരുന്നത്, എന്നാൽ ഇന്നിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഞാൻ പ്രശ്നമാവില്ല, കാരണം എൻ്റെ അഭിപ്രായം മാറി. ഓക്കെ ആണല്ലോ? ഇപ്പോൾ നോക്കിയേക്കാം, ഈ ലോക എന്നുള്ള സിനിമ കണ്ടിട്ടില്ലേ? ആ ലോക എന്നുള്ള സിനിമയിൽ വൈറ്റ്, നമ്മൾ പറയുന്ന കല്യാണി പ്രിയദർശനെ വൈറ്റ് ഒക്കെ ഇട്ടിട്ട് വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കൊണ്ടുവന്നാൽ എല്ലാവരും ചിരിക്കും. പക്ഷേ അതിലെന്താണ് കള്ളിയങ്കാട്ട് നീലി എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലൊക്കെ ഇങ്ങനെ ഇട്ട് വേറെ വെറൈറ്റി ഡ്രസ്സിലൊക്കെ സൂപ്പർ മാർക്കറ്റിൻ്റെ പോലത്തെ വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത് അല്ലേ? അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കേണ്ടതാണ്. ഇത് പബ്ലിക് ഒപ്പീനിയൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ. ഇനി എന്താണ് ചോദിക്കുക എന്നുള്ളത്? ഏജൻസീസ് ദാറ്റ് ഷേപ്പ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന ഘടകങ്ങൾ, ഘടകങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? ഏതൊക്കെയാണ്? അതായത് നമ്മൾ പറഞ്ഞില്ലേ ഊട്ടി മൈസൂർ എന്നൊക്കെ നിങ്ങളെ പറയാൻ സമ്മതിച്ചത് വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ ഊട്ടിനെ പറ്റി അറിഞ്ഞിട്ടാണോ? അല്ല സാറേ, ഞങ്ങൾ പല മേഖലയിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടി. അതേപോലെ പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തിയെടുക്കുന്ന ഏജൻസികൾ ഏതാണെന്ന് വെച്ചാൽ, ഒന്നാമത്തതാണ് നമ്മൾ പറയുന്ന ഫാമിലി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കുടുംബം. രണ്ടാമത്തെ നമ്മൾ പറയുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫുള്ളായിട്ട് എഴുതണമെന്നില്ലല്ലോ, അല്ല എഴുതരാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതായത് സ്കൂളുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഫാമിലിയിൽ നിന്നാണെങ്കിൽ എങ്ങനെയാണ്? ഫാമിലിയിൽ നിന്നാണെങ്കിൽ നമുക്കറിയാം, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അഭിപ്രായങ്ങൾ. കാരണം പാരൻസിൻ്റെ ഇടയിലാണ് നമ്മൾ ഇരിക്കുന്നത്, പാരൻസ് പറയുന്നത് മുഴുവൻ കേൾക്കും, പാരൻസ് പല കാര്യങ്ങളും പറയാം അല്ലേ? പാരൻസിൻ്റെ വിശ്വാസങ്ങൾ, അതായത് ബിലീഫ് കാര്യങ്ങളൊക്കെ നമുക്കും, നമ്മുടെ പാരൻസിൻ്റെ മതം ഏതാണോ അത് തന്നെയല്ലേ നമ്മളും, അല്ലെങ്കിൽ മതത്തെപ്പറ്റി നമ്മൾ പഠിച്ചായതാണോ? അല്ല, അല്ലെങ്കിൽ അത് ഫാമിലി എന്താണോ നമ്മൾ ഓട്ടോമാറ്റിക്കലായി. അതാണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ. എങ്ങനെ? ഫാമിലിയുടെ. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് തന്നെയാണ്. കാരണം സ്കൂളിൽ ആർട്സ് നടക്കാറുണ്ട്, സ്പോർട്സ് നടക്കാറുണ്ട്, മറ്റ് ക്ലബ് ആക്ടിവിറ്റീസ് നടക്കാറുണ്ട്. ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ അഭിപ്രായം രൂപപ്പെട്ടവർ. ഇലക്ഷൻ, തെരഞ്ഞെടുപ്പുകളൊക്കെ വരാറില്ല സ്കൂളിൽ, അത് തന്നെയാണ്. ഇനി അടുത്താണ് പിയർ ഗ്രൂപ്പ്സ്.
എന്താ മക്കളെ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയാം? സമപ്രായക്കാർ. അപ്പൊ ഇതൊക്കെ പബ്ലിക് ഒപ്പീനിയൻ രൂപപ്പെടുത്തുന്ന. ഇതെങ്ങനെയാ ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത് ഞാൻ പറയണേ. ഓക്കെ, ഇനി മീഡിയ, മാധ്യമങ്ങൾ പല വിധത്തിലുണ്ട് അല്ലേ? TV ഉണ്ട്, പിന്നെ റേഡിയോ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് അറിയാലോ, രാഷ്ട്രീയ പാർട്ടികൾ. ഇവിടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാന്നുള്ളത് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികൾ. പിന്നെ വരുന്നതാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻ. അത് സാമൂഹിക സംഘടനകൾ കേട്ടോ. സാമൂഹിക സംഘടന. പിന്നെ വരുന്ന ഒപ്പീനിയൻ പോൾ, അഭിപ്രായ വോട്ടെടുപ്പ്. ലാസ്റ്റ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, കലയും സാഹിത്യവും. ഇനി ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത്. കലയും സാഹിത്യവും. മക്കളെ, ഇതിൻ്റെ ഉള്ളിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ ഫാമിലിക്ക് വലിയ റോളുണ്ട്, അല്ലെങ്കിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് കുടുംബമാണ്. എക്സ്പ്ലെയിൻ, വിശദമാക്കുക. അപ്പോൾ ഫാമിലിയുടെ കാര്യങ്ങൾ ചോദിക്കണം. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ റോൾ എന്താണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ മീഡിയയുടെ റോൾ എന്താണ്. മീഡിയ ചോദിക്കുമ്പോൾ തന്നെ മക്കളെ ഇവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് മീഡിയ ലിറ്ററസി ഇല്ലേ, മാധ്യമ സാക്ഷരത എന്ന് പറഞ്ഞാൽ അത് പഠിക്കണേ. മീഡിയ ലിറ്ററസി, മാധ്യമ സാക്ഷരത കേട്ടോ. മാധ്യമ സാക്ഷരത എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇത് 2 ചോദിക്കാറുണ്ടെന്നാൽ ഇത് 2 മാർക്കിന് ചോദിക്കും. മാധ്യമ സാക്ഷരത, ആ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ ലിറ്ററസി, ഡിജിറ്റൽ ലിറ്ററസി കേട്ടോ. അതായത് നമ്മൾ പറയുന്നത് ഡിജിറ്റൽ സാക്ഷരത. ഓക്കെ ആണല്ലോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ പഠിച്ചു വെക്കണം. അത് ഞാൻ പറയുമ്പോൾ തന്നെ കൂട്ടത്തിൽ ഇങ്ങനെ എഴുതി വെക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവും. ഇനി നമ്മൾ നോക്കാം എന്താണ് ഇല്ലിറ്ററസി. അതായത് ഇനി ഇവിടുന്ന് ചോദിക്കുന്ന മറ്റൊരു സംഭവങ്ങളാണ് നമ്മൾ പറയുന്ന പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യുന്ന, പൊതുജനാഭിപ്രായം ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് ഏജൻസികൾ പറഞ്ഞു. ഇനി ഇതില്ലാതാക്കുന്ന കുറച്ച് ഘടകങ്ങൾ. അതായത് പബ്ലിക് ഒപ്പീനിയൻ താനെ ഇല്ലാതാവണം. നമ്മുടെ കയ്യിലൊക്കെ അഭിപ്രായങ്ങളുണ്ടാവും, പക്ഷെ നമ്മളത് പറയാതാവും. നമുക്ക് അഭിപ്രായങ്ങൾ ഇല്ലാതാവും. എപ്പോൾ? ഒന്ന് ഇല്ലിറ്ററസി, അതായത് നിരക്ഷരത. നമുക്ക് എഴുതാനും വായിക്കാൻ അറിയില്ലെങ്കിൽ പുതിയ അറിവുകൾ ഉണ്ടാവും? ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവില്ല, പൊതുജനാഭിപ്രായം ഉണ്ടാവില്ല. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു സംഭവം ഡിജിറ്റൽ ഡിവൈഡ്, ഡിജിറ്റൽ വിഭജനം. അതായത് നമുക്ക് സ്മാർട്ട് ഫോൺ, ഇന്റർനെറ്റ് അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ പുതിയ അപ്ഡേഷൻ ഒന്നും നമ്മളറിയില്ല. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ഒരു അഭിപ്രായം ഉണ്ടാവില്ല. മറ്റൊരു സംഭവം പോവർട്ടി, ദാരിദ്ര്യത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാറ്? സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവും മക്കളെ. ഓട്ടോമാറ്റിക്കലി സൊസൈറ്റിയിൽ നിന്ന് അവർ ഒറ്റപ്പെട്ട പോലെ ആവും, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട പോലെ ആവും. പിന്നെ അതുപോലെ തന്നെ അൺഹെൽത്തി പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്, അതായത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന അനാരോഗ്യകരമായ പ്രവർത്തനങ്ങൾ. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ല, അവൻ്റെ പോസ്റ്റർ കീറുക, അവൻ്റെ ഫ്ലെക്സ് കീറുക, അവനെ വെറുതെ തല്ല, അവൻ്റെ ഓട്ടോറിക്ഷ കത്തിക്കുക, അവൻ്റെ ബൈക്ക് കത്തിക്കുക, ആളെ വെട്ടുക, കൊല്ലുക, ഇങ്ങനത്തെ പരിപാടികളൊന്നും പബ്ലിക് ഒപ്പീനിയൻ ഇല്ലാതാക്കുന്ന ഘടകങ്ങളാണ്. പിന്നെ അൺഹെൽത്തി പ്രാക്ടീസസ് ഡ്യൂറിങ് ദി ഇലക്ഷൻ ക്യാമ്പയിൻ. ഇലക്ഷൻ നടക്കൂലേ മക്കൾ? ഇപ്പോൾ ഇലക്ഷൻ നടക്കാണ്. പലരും എന്ത് ചെയ്യാറുണ്ട്? അൺഹെൽത്തി ആയിട്ടുള്ള പല കാര്യങ്ങൾ നടക്കും. ചിലർ പൈസ കൊടുത്ത് വോട്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ അവൻ്റെ അഭിപ്രായം ഇല്ലാതാവണില്ലേ? എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ LDF വോട്ട് ചെയ്യണ ആളെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഞാൻ UDF വോട്ട് ചെയ്യണ ആളെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഞാൻ BJP വോട്ട് ചെയ്യണ ആളെന്ന് വിചാരിക്കുക. എനിക്ക് പെട്ടെന്ന് വേറെ ടീം വന്ന് പൈസ തന്നു, സ്വാഭാവികമായിട്ട് എൻ്റെ അഭിപ്രായം മാറില്ലേ? അതാണ് ഇലക്ഷൻ ക്യാമ്പയിൻ സമയത്ത് നടത്തുന്ന ഒരുപാട് അൺഹെൽത്തി കാര്യങ്ങളെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. തെറ്റായ പ്രചരണം. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ ഇത് മുഴുവൻ നിങ്ങൾ പഠിക്കാണ്ട് ഷുവറാണ് നിങ്ങൾക്ക് എത്ര മാർക്കിനാണോ ഈ ചാപ്റ്ററിൽ ചോദിക്കുന്നത് അത് മുഴുവൻ നിങ്ങൾ പഠിച്ചെടുക്കും, സെറ്റായിട്ട് വരും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് നോട്ട്സ്, ഇങ്ങനത്തെ മൈക്രോബിറ്റുകൾ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് സ്റ്റഡി ഗ്രൂപ്പ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ക്രിസ്മസ് എക്സാമിന് എന്ത് വാങ്ങാൻ? ടോപ്പ് മാർക്ക് വാങ്ങാൻ വേണ്ടി. അത് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഉണ്ട്, നമ്മുടെ ക്രിസ്മസ് എക്സാം സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്ത് വീഡിയോസ് ആണോ വേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഓക്കെ ആണെങ്കിൽ, ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഈ പറയുന്ന വീഡിയോക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ലൈക്കും കൂടി ചെയ്യുക. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പോൾ ക്രിസ്മസ് എക്സാം നമ്മൾ തൂത്തുവാരും.